ഹലോ എവരിവൺ, നമ്മളിന്നൊരു ഫുഡ് വ്ളോഗുമായിട്ട് വന്നേക്കണം. നമ്മളിന്ന് നമ്മുടെ തൊടുപുഴയുള്ള മദ്രാസ് കഫേയിലാട്ടോ വന്നേക്കണേ. നമുക്കിന്ന് അവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കട തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും നമ്മളിപ്പോഴാണ് ഇവിടെ നിന്ന് വന്ന് നോക്കണേ. ഇവിടെ തമിഴ്നാട് ബിരിയാണിയാണ് ഫേമസ്. ഈ കട അവർ ചെയ്തേക്കണതും തമിഴ്നാട് സ്റ്റൈലിലൊക്കെയാണ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിന്ന് അവിടുത്തെ ഫുഡൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നോർമലി തമിഴ്നാട് ബിരിയാണി പിന്നെ മന്തി ആയിട്ടുള്ളത്. അത് കുഴിമന്തി അല്ല, സാധാ മന്തി മാത്രമേ ഉള്ളൂ കേട്ടോ. കേരള സ്റ്റൈൽ ഫുഡ് വേണ്ടവർ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു വീട് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തെടുത്തേക്കണേന്ന് തോന്നുന്നു. നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണൊക്കെ വെച്ച് നമ്മളൊരു ചെട്ടിനാട് സ്റ്റൈൽ വീട് പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു 3-4 സീറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെയാണ് ബില്ലിങ്. ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കണം. ഇതിൻ്റെ ഇടവദോഷത്തുള്ളടത്തൊരു 2 സീറ്റ്, ഒരു കുഞ്ഞുമുറി പോലെ, അവിടെ 2-3 സീറ്റുണ്ട്. പിന്നെ കയറി പോണ വഴിക്കും 2-3 സീറ്റ്. ഇത് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു ഓപ്പൺ സ്പേസാണ്. ഇവിടെ ഒരു 4 സീറ്റുണ്ട്. പിന്നെ കയറി പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ഹാള് പോലെ, ഇവിടെ ഒരു 4 സീറ്റുണ്ട്. ഇവിടെ ഒരു 4 സീറ്റുണ്ട്. പിന്നെ ഇതിനകത്തൊരു കുഞ്ഞുമുറി, അവിടെ ഒരു ഡെസ്കും 2 സീറ്റേ ഉള്ളൂ. പിന്നെ അതിനകത്ത് കാണുന്നത് കിച്ചണാട്ടോ. ഇവിടുത്തെ കിച്ചണാണ്. നമ്മൾ ചൂസ് ചെയ്തത് ഒരു വരാന്തയാണ്. ഈ വരാന്തയിൽ ഒരു 3 സീറ്റുണ്ട്. നമുക്ക് റോഡൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് പീസ്ഫുള്ളി ഇരിക്കാം. അപ്പം ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് ഓർത്തതാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് എയറൊക്കെ ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ അത്ര ജനലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു അടഞ്ഞ ഫീൽ തോന്നും. ഇവിടെ ആകുമ്പോൾ വിൻഡോ ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് തലപ്പാക്കട്ടി ബിരിയാണി, പിന്നെ ഒരു അൽഫാം, ഹണി ചില്ലി അൽഫാം മന്തി കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിയുടെ കൂടെ നമുക്ക് കിട്ടിയതാണ് ഈ കട്ടൻ ചായ പോലത്തെ സാധനം. അതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഇത് നമ്മുടെ ഹണി ചില്ലി അൽഫാം, പിന്നെ അച്ചാർ, സാലഡ്, ഒരു ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി പിന്നെ എല്ലാ തമിഴ്നാട് ബിരിയാണിയുടെ കൂടെ കിട്ടണേ. ഈ സ്വീറ്റ് ലൈം പിക്കിൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ബിരിയാണി അത്യാവശ്യം ഞങ്ങളിത് 2 പേരും കൂടി ആട്ടോ കഴിച്ചത്. അത്യാവശ്യം കഴിക്കാനുണ്ട്. 2 പീസും മുട്ടയൊക്കെ ആയിട്ട് നല്ലൊരു ബിരിയാണി ആയിരുന്നു. തമിഴ്നാട് ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് ഇതിഷ്ടാവും. കേരള ഒതൻറ്റിക് ബിരിയാണി വേണമെന്നുള്ളവർക്ക് മേ ബി ഇത് ചിലപ്പോൾ ഇഷ്ടാവില്ലായിരിക്കും. അപ്പം നമ്മൾ ഈ 2 ഫുഡാണ് ട്രൈ ചെയ്ത് നോക്കിയത്. 2ഉം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മന്തി, അത് കുഴിമന്തി അല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമായില്ല. 2ഉം കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അത്ര സൂപ്പർ സെറ്റപ്പ് മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ടൗണിലിറങ്ങിയപ്പോൾ ചുമ്മാ ഒന്ന് കയറി കണ്ടൊരു കട നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇങ്ങനെ ഇൻറ്റീരിയറൊക്കെ ചെയ്തൊരു കട ഞാൻ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാണ്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. നിങ്ങളും ഈ വഴിക്കൊക്കെ പോകണമെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഫുഡായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ ഞാൻ ആ ഗ്രേവിയും സലാസും ഒക്കെ കൂട്ടി ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കുക കേട്ടോ. നല്ലൊരു ഗ്രേവി ആയിരുന്നു. സാധാരണ തമിഴ്നാട്ടിൽ കിട്ടുന്ന കത്തിരിക്കയൊക്കെ വെച്ചിട്ടുള്ള ഗ്രേവി, ഇത് ചിക്കൻ ഗ്രേവിയാണെന്ന് തോന്നുന്നു. നല്ലതായിരുന്നു. മുട്ടയും എല്ലാം വെച്ച് ഒന്ന് കഴിച്ച് നോക്കി. പപ്പടം ഇല്ലായിരുന്നു, അതെനിക്ക് മിസ് ചെയ്തു. പപ്പടവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിടിലായേനെ. ഇത് വെച്ച് കുഴപ്പമില്ലായിരുന്നു. ആ ഗ്രേവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബിരിയാണി. ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി ആർക്കും തമിഴ്നാടൊന്നും പോയി നമുക്ക് കഷ്ടപ്പെടണ്ട. ഇത് നമ്മുടെ മന്തി, നോർമൽ മന്തി. അത്ര സെറ്റപ്പൊന്നും ഞാൻ പറയില്ല, ജസ്റ്റ് ഓക്കെ ഇത്രേ ഉള്ളൂ. ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, സീ യു.